CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ ഒരു പരിപാടിയിൽ സംസാരിക്കുകയാണ്. പ്രതികരണത്തിലേക്ക് പോകാം. തത്സമയം വിശ്വാസമില്ലാതെ നമുക്ക് ഈ കേരളത്തിലെ ഇന്ത്യയിലെ വർഗീയതയെ പ്രതിരോധിക്കാനാവോ? നമ്മൾ പ്രതിരോധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇന്നേ വരെയുള്ള വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനത വിശ്വാസികൾ തന്നെയാണ്. അപ്പോൾ വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ പ്രതിരോധിക്കാനുള്ള ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിൽ തീർച്ചയായിട്ടും ആഗോള അയ്യപ്പ സംഗമം അതിന്റെ തന്നെ ഒരു ഭാഗമാവും. കാരണം വിശ്വാസികളുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ വർഗീയവാദികൾ എന്ന രീതിയിൽ മുന്നോട്ടേക്ക് വരും എന്നതിന്റെ തെളിവാണ്. ഇപ്പോഴും തന്നെ ഇതിനെതിരായി RSSും സംഘപരിവാര വിഭാഗങ്ങൾ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതി പരിശോധിച്ചാൽ നിങ്ങൾക്കെല്ലാം അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സംശയവും വേണ്ട. വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കരുത്. അതാണ് എന്റെ അഭിപ്രായം. ഞങ്ങളുടെ അഭിപ്രായം വർഗീയവാദികളെ അവിടെ പ്രവേശിപ്പിക്കാൻ പാടില്ല. വർഗീയവാദികളല്ലാതെ വിശ്വാസികൾക്ക് മുഴുവൻ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായാലും അവർക്കെല്ലാം കടന്നു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും വേണം തന്നെ. അപ്പോൾ വർഗീയ വിരുദ്ധ പ്രസ്ഥാനത്തിന് തന്നെ ഭാഗമായിട്ടാണ് വിശ്വാസികളുടെ സംഗമം. രണ്ട് വർഗീയവാദികൾക്ക് അനുകൂലമായിട്ട് കടന്ന് ഒരുത്തരും പറയാൻ ധൈര്യമില്ലാതെ കൊണ്ടാണ് മറ്റ് പല ഭാഷയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാം വർഗീയ ചൊവ്വയോടുകൂടിയാണ് വിശദീകരണം മുഴുവൻ. അത് ജനങ്ങൾ നന്നായി തിരിച്ചറിയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ ഏത് കൂട്ടായ്മയെയും എതിർക്കേണ്ടുന്ന കാര്യമില്ല. ആ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് സഖാവ് അജയെ കൊലപ്പെടുത്തിയിട്ടുള്ള ഈ RSSന്റെ കാട്ടാളത്തപരമായ നിലപാടിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും ശക്തമത്തായ ഒരു കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും അതിന്റെ അനുസ്മരണ സമ്മേളനവും നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഈ ഒരു പ്രതിജ്ഞയാണ് നമുക്ക് ചെയ്യാനുള്ളത്. കൃത്യമായി ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് വർഗീയതയെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയുള്ള നിരവധി പ്രവർത്തനങ്ങളിൽ ഓരോന്നായിട്ട് മുമ്പോട്ടേക്ക് വരുമ്പോൾ അതിനെല്ലാം പൂർണ്ണ മനസ്സോടെ പിന്തുണച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മുന്നോട്ടേക്ക് പോകും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം കെട്ടിടം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വിശ്വാസികളെ കൂടി ചേർത്തുകൊണ്ട് വർഗീയതയ്ക്കെതിരായ പോരാട്ടം, അതിനാണ് ആഗോള അയ്യപ്പ സംഗമം ഈ മാസം 20-ാം തീയതി സംഘടിപ്പിക്കുന്നത് എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം വ്യക്തമാക്കുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ.